അമൃതേശ്വരി നമഃ. ഗീതാമൃതം അമൃതസരസിലുള്ള ഒരു ബ്രാഹ്മണ കുടുംബം കുചേലിന് ഓർമ്മയില്ലേ? അതുപോലെ അഷ്ടയ്ക്ക് വകയില്ലാതെ ബുദ്ധിമുട്ടൊക്കെയാണ് ഇപ്പോൾ. ഒരു ദിവസം ബ്രാഹ്മണന് ഒരു സ്വപ്ന ദർശനമുണ്ടായി. ഗീതാസൂക്തം പകർത്തി എഴുതി വീടുകൾ തോറും എത്തിക്കാൻ സ്വപ്നം അദ്ദേഹം ശിരസാവഹിച്ചു. താളിയോലകളിൽ ഗീത പകർത്തി വീടുകളിൽ നടന്ന് വിറ്റു. അതിൻ്റെ പ്രതിഫലം കൊണ്ട് അവർ ജീവിച്ചു. പക്ഷേ ഇന്നിപ്പോൾ ആർക്കും ഗീത വേണ്ടാതായിരിക്കുന്നു. ഭഗവാനെ കൃഷ്ണ, അങ്ങേ ധ്യാനിച്ചുകൊണ്ടിരുന്ന എനിക്ക് ഈ ഗതയോ അങ്ങിത് കാണുന്നില്ലേ? ഒട്ടും പട്ടിണിയിലായ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. അദ്ദേഹം ഭ്രാന്തനെ പോലെയായി. കണ്ണനെ ഉച്ചത്തിൽ വിളിച്ചറിഞ്ഞു. ആരും വിളി കേട്ടില്ല. വെറുതെ വീട്ടിലേക്ക് പോയതുകൊണ്ട് ഒരു കാര്യമില്ല. വെച്ച് നടന്നു. ആൽത്തറയിൽ എത്തി. താളിയോല വെറുതെ മറിച്ചു നോക്കി. കൃഷ്ണ, അങ്ങയുടെ ദുഃഖത്തിന് രസം കണ്ടെത്തിയവനാണോ നീ? എവിടെ നിന്റെ ധർമ്മം? ബ്രാഹ്മണൻ ദേഷ്യം കൊണ്ട് വിറച്ചു. നാരായം വലിച്ചെടുത്തു, തുളച്ചു താളിയോലകൾ പിച്ചി ചീന്തി എറിഞ്ഞു. ഗീതാസൂക്തങ്ങൾ ദൂരെയായി. താളിയോലകൾ ആൽത്തറയിൽ ചിഹ്നിച്ചത്. ഈ സമയത്ത് അതാ ബ്രാഹ്മണന്റെ വീട്ടിലേക്ക് നോക്കൂ. ഒരു കോമള ബാലൻ. അവന്റെ തലയിൽ ഏറ്റവും വയ്യാത്തൊരു കുട്ടയമുണ്ട്. അമ്മേ, അമ്മേ, ആരുമില്ല ഇവിടെ? എന്താ കുഞ്ഞേ, ദേ വിളിച്ചോ? അമ്മേ, ഈ കുട്ടയുള്ള പലഹാരങ്ങൾ അവിടുത്തെ ഭർത്താവ് തന്നയച്ചതാ. അദ്ദേഹം പുറകെ വരുന്നുണ്ട്. വേഗം മക്കൾക്ക് കൊടുത്തേക്കൂ. പെട്ടെന്ന് അമ്മ എന്തോ കണ്ടെത്തുന്ന പോലെ അമ്പരന്നു. കുഞ്ഞെ, എന്താ ഇത്? നിന്നെ നെഞ്ചിൽ നിന്ന് ചോര ഒലിക്കുന്നുണ്ടല്ലോ. ആരാണ് ഈ കടുങ്കൈ ചെയ്ത്? ഓ, അതോ, സാരല്ലേ അമ്മേ, എനിക്ക് ഒരു വേദനയില്ല. കേട്ടാലമ്മ വിഷമിക്കരുത്. അവിടുത്തെ ഭർത്താവാണ് എന്താ ചെയ്തത്. അദ്ദേഹത്തിന് എന്നിൽ സംശയം ജനിച്ചപ്പോൾ എഴുതിക്കൊണ്ടിരുന്ന നാരായം എൻ്റെ നെഞ്ചിൽ കുത്തിയിറക്കി. എന്നാലും അമ്മേ, അദ്ദേഹം എന്നിൽ പ്രേമമുള്ളവനാ. ബ്രാഹ്മണ കരഞ്ഞു. സ്വന്തം കുഞ്ഞുങ്ങളെ പോലും നുള്ളി നോവിക്കാത്ത അദ്ദേഹമാണോ കുഞ്ഞ് ഈ കടുങ്കൈ ചെയ്തത്? അമ്മേ, അദ്ദേഹം വരുന്നു. അദ്ദേഹത്തെ വിഷമിപ്പിക്കലേ. അമ്മ കുട്ടിയെടുത്ത് നിവർന്നതും ബാലനെ കാണാനില്ല. അത്ഭുതം! തലയിൽ നിന്ന് അപ്പഹാരക്കുട്ട താഴെ വീണ് ചിതറി. മെഴുനീർപ്പൂക്കൾ അടർന്നു വീണു. കണ്ണാ, പൊന്നു മോനെ, നീയാര? ഒന്ന് കാണാൻ പോലും കഴിഞ്ഞില്ലല്ലോ. നിർത്തണേ നിന്റെ പ്രാർത്ഥന. ഇതൊരു പ്രാർത്ഥിച്ചൊക്കെ മതി. കോപം കൊണ്ട് എന്തും ചെയ്യാമെന്ന് കഷ്ടാണ് സ്വാമി. അങ്ങ് കൊടുത്ത പലഹാരങ്ങളുമായി ഒരു ബാലൻ ഇവിടെ വന്നിരുന്നു. അവൻ്റെ നെഞ്ചിൽ നിന്ന് ചോര ഒലിക്കുന്നുണ്ടായിരുന്നു. നെഞ്ചിൽ നാണയം കൊണ്ട് കുത്താൻ മാത്രം. അവൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്ത്? എന്ത്? ഞാൻ കുത്തിയെന്നു. ഞാൻ ആരുടെ കയ്യിലും ഒന്നും കൊടുത്തയച്ചിട്ടില്ല. ബ്രാഹ്മണൻ ബോധമില്ലാത്തവനെ പോലെയായി. കണ്ണാ, ആ കോമള രൂപം എനിക്ക് കൂടി ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ അപരാധമെല്ലാം പൊറുക്കൂ, അപരാധമെല്ലാം ക്ഷമിക്കൂ. ഓം അമൃതേശ്വരി നമഃ.